ഗൈസ് നമ്മൾ ഓൾറെഡി ലേറ്റായി 5 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്ന ഇപ്പോൾ സമയം ഒരു 6-6:30 ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം. അപ്പോൾ പോകുന്ന വഴി ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. നമുക്കിന്നൊരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാറുള്ള റൂട്ടാണ് കോത്തഗിരി. അപ്പോൾ ഇത്തവണ എന്തായാലും കോത്തഗിരി വേണ്ട, കുന്നൂർ റൂട്ടായാലോ എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ കുന്നൂർ റൂട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാണ്. ഈ ഒരു മലകളും അതിൻ്റെ സൈഡിലായിട്ട് ഇതാ ഇങ്ങനെ കുറച്ച് പൂക്കളും ഒക്കെ കണ്ടപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇറങ്ങി നിന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇവിടെ നിന്നിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നീ ഒറ്റയ്ക്കാണോ ഈ ട്രിപ്പൊക്കെ പോകുന്നതെന്ന്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ വണ്ടിയും ഉണ്ട്. ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു കടയാണ്. ഇപ്പോൾ ഇവിടെ കയറി എന്തായാലും ഒരു ലെമൺ ടീയും പിന്നെ ഒരു വടയും കഴിച്ചതാ പ്രകൃതിയിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് അതൊക്കെ ആസ്വദിച്ച് കഴിച്ചു. എന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ ഒരു മനോഹരമായ ഒരു വ്യൂ. ഒറ്റയ്ക്കുള്ള യാത്രകൾ എന്നെ പഠിപ്പിച്ചത് നമുക്ക് സന്തോഷം പങ്കിടാനായിട്ട് ആരും വേണ്ട, നമുക്കതൊക്കെ അനുഭവിക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ ദാ മഴ ചാറാൻ തുടങ്ങി. മഴയൊന്ന് കുറച്ചൊന്ന് ശക്തമായപ്പോൾ ഞാൻ എന്നാ വെയിറ്റിംഗ് ഷെഡിൽ കയറിയിരിക്കാം, കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കിനി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാ നല്ലൊരു മഴയ്ക്ക് ശേഷം നമ്മളിതാ വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നു. ഫൈനലി നമ്മൾ കൂണൂരെത്തി ഗൈസ്. നോക്ക്, മഴയും മഞ്ഞും നല്ല കോമ്പിനേഷൻ അല്ലേ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് സിംസ് പാർക്കിലോട്ടാണ് ഗൈസ്. നമ്മളങ്ങനെ സിംസ് പാർക്കിലെത്തി കൂണൂരിലുള്ള. ഗൈസ് നമ്മളങ്ങനെ കൂണൂരിലുള്ള സിംസ് പാർക്കിലെത്തി. ചടാ ഗൈസ്, അങ്ങനെ നമ്മൾ കൂണൂരിലുള്ള സിംസ് പാർക്കിലാണ് എത്തി നിൽക്കുന്നത്. കുറേ കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ നടന്ന് കാണാനുണ്ട് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഗൈസ്, എൻ്റെ കൈയൊക്കെ ഭയങ്കര ഫ്രീസായി. ഗൈസ്, കൂണൂർ വരുവാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു പാർക്ക് വിസിറ്റ് ചെയ്യണം. ഇത് ഒരുപാട് നടന്ന് കാണാനുള്ള സ്ഥലം തന്നെ കേട്ടോ. ഞാൻ വരുന്ന വഴി നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഞാൻ പുള്ളി ഒരു നനഞ്ഞ പൊടിയെ പോലെ നിൽക്കുന്നത്. എന്താ പറയുക, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം. നിങ്ങൾ കൂണൂർ വരികയാണെങ്കിൽ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം. കുറച്ച് സമാധാനമായിട്ട് പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒഴിഞ്ഞിടത്താണ് ഇവിടെ നിൽക്കുന്നത്, കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. നമുക്ക് പാർക്കിൻ്റെ സ്ഥലത്തൊക്കെ ഇതാ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവിടെയും കൂടെ പോകണം. പിന്നെ ഇവിടെ എന്തോ സ്പെഷ്യൽ മരങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്, അതിലിങ്ങനെ ബോർഡും കാര്യങ്ങളും ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കാട് പോലെ നടന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഞാൻ വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചധികം നടന്ന് ഉള്ളതുണ്ട്. പിന്നെന്താ, കയ്യും ഒക്കെ ഇതാ ഭയങ്കരമായിട്ട് തണുത്ത് വിറച്ച് മരവിച്ചിരിക്കുകയാണ്. ചെറിയ വെയിൽ വന്ന് തുടങ്ങി. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ മനസ്സ് കൂടുതൽ ശബ്ദമില്ലാതെ സംസാരിക്കും. ഇലകളുടെ പച്ചയിൽ കണ്ണുകൾ വിശ്രമിച്ചു. പൂക്കളുടെ നിറങ്ങൾ മനസ്സ് ശാന്തമായി. ആൾക്കൂട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, പ്രകൃതിയോടൊപ്പം ഞാൻ മുഴുവനായി ഉണ്ടായിരുന്നു. ഇത് യാത്രയല്ല, ഇത് എന്നോടുള്ള ഒരു ശാന്ത സംഭാഷണമാണ്.
ജീവിതം അല്പം ഭാരം തോന്നിയപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് ഒരു സ്ഥലമല്ല, ശാന്തതയായിരുന്നു. കാറ്റും പൂക്കളും പച്ചപ്പും എന്നെ മൃദുവായി ആശ്വസിപ്പിച്ചു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ലോൺലി അല്ല, ഇത് സ്വയം സ്നേഹിക്കാൻ പഠിക്കുന്ന യാത്രയാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടുമുട്ടിയതാണ് ഈ ഒരു ചേട്ടന്. ഇവിടെ വരുന്ന ആൾക്കാരുടെയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നത് കണ്ടു. അങ്ങനെ ഞാനും എൻ്റെ 5-6 ഫോട്ടോസ് ഈ ചേട്ടനെ കൊണ്ടെടുപ്പിച്ചു. അതും ഞാൻ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മളിതാ എൻ്റെ 5-6 ഫോട്ടോസൊക്കെ എടുത്തു, നമ്മളത് വാങ്ങി. നമ്മളങ്ങനെ ഗ്ലാസ് ഹൗസിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്നതാണ് രുദ്രാക്ഷ ട്രീ. നമ്മുടെ രുദ്രാക്ഷമാലയൊക്കെ ഉണ്ടാക്കില്ലേ, അതിതിലെ കുരുവാണ്. കണ്ടോ, തീമരമാണ്. കണ്ടോ, എലിഫൻറ്റ് ലെഗ് ട്രീ. ഇതാ എലിഫൻറ്റിൻ്റെ കാലുവരെ തന്നെയുണ്ട് ഈ ഒരു ട്രീ. അയ്യോ, ക്ഷീണിച്ചു ഞാൻ. നടന്ന് ശീലിച്ചു, ഇനി തിരിച്ച് പോകണം. അങ്ങനെ നമ്മുടെ സിംസ് പാർക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് കോയമ്പത്തൂരിലേക്ക് പോവാണ്. അങ്ങനെ നമ്മളിതാ ചുരം ഇറങ്ങി തുടങ്ങി. ചുരം ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് നല്ല പോലെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട ഹോട്ടലിൽ നമ്മൾ ചാടി കയറി നല്ല ചൂടി എഗ് നൂഡിൽസും പിന്നെ ചോക്ലേറ്റ് ടീയോട് ഓർഡർ ചെയ്ത് നമ്മൾ നല്ല പോലെ ഫുഡും കഴിച്ച് പതിയെ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ കൂണൂർ ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.